ക്ലാസ് 10 ന്യൂ SCERT പാഠഭാഗത്തു നിന്നുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോഗ്രഫി പാഠഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററായ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തിരിക്കാം. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ, ടൈഗ മേഖല, തുന്ദ്ര മേഖല. അപ്പോൾ 8 എണ്ണമായി തിരിച്ചു. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ, ടൈഗ മേഖല, തുന്ദ്ര മേഖല. ഇനി ഈ കാലാവസ്ഥാ മേഖലകളെ ഓരോന്നിനെയും വിശദമായി നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഇവിടുത്തെ സവിശേഷത. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നു. സൂര്യരശ്മികൾ വർഷം മുഴുവൻ ലംബമായി പതിക്കുന്നതുകൊണ്ട് ചൂട് കൂടുതലും ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് സൂര്യരശ്മികൾ വർഷം മുഴുവൻ ലംബമായാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് ഉയർന്ന വായു സംവഹനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ സംവഹന മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ നിത്യഹരിതവനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത് ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിലാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെ അക്ഷാംശത്തിൽ കാണപ്പെടും. പിന്നെ ഉയർന്ന താപനിലയാണ്, ഉയർന്ന മഴയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംവഹന മഴ ഇവിടെ വളരെ വ്യാപകമായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വനങ്ങൾ എങ്ങനെയുള്ള വനങ്ങളാണ്? നിത്യഹരിത വനങ്ങളാണ്. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും 10 ഡിഗ്രി അക്ഷാംശം വരെ കാണപ്പെടുന്നു. പിന്നെന്താണ്? വളരെ ഉയർന്ന തോതിലുള്ള താപനില, അതേപോലെ തന്നെ വളരെ ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നു, സംവഹന മഴ ലഭിക്കുന്നു, നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് മൺസൂൺ മേഖല. മൺസൂൺ മേഖല വിശദമായി നോക്കാം. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇനി ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. ഈ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലും ആയിരിക്കും. ഈ ദൈനിക താപാന്തരം എന്താണെന്ന് ഇതിനു മുൻപുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ദൈനിക താപാന്തരം? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള
വ്യത്യാസമാണ് എന്ത്? ദൈനിക താപാന്തരം. അപ്പോൾ ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലും ആയിരിക്കും. ഇനി ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ എല്ലാ മൺസൂൺ പ്രദേശങ്ങളിലും ഒരുപോലെയല്ല ഇതൊക്കെ ലഭിക്കുന്നത്. കേവലം 30 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്റർ മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണാൻ സാധിക്കുന്നു. കൂടുതൽ വ്യാപകം ഇലപൊഴിയും കാടുകളാണ്. നമ്മൾ ഭൂമധ്യരേഖാ മേഖലയിൽ പറഞ്ഞത് ഏതുതരം വൃക്ഷങ്ങളായിരുന്നു? ഭൂമധ്യരേഖാ മേഖലയിൽ നിത്യഹരിത വൃക്ഷങ്ങളാണ്. എപ്പോഴും മഴ ലഭിക്കുന്നത് കൊണ്ട് ഭൂമധ്യരേഖാ മേഖലയിൽ നിത്യഹരിത വൃക്ഷങ്ങളാണ്. പക്ഷേ മൺസൂൺ കാലാവസ്ഥയിൽ കൂടുതൽ കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. നിത്യഹരിത വൃക്ഷങ്ങളും ഉണ്ട്, പക്ഷേ കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില തുടങ്ങിയവയാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. ലോകത്തിലെ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിലാണ് മൺസൂൺ മേഖല കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. തീവ്ര ഉപജീവന കൃഷിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. തീവ്ര ഉപജീവന കൃഷിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് മൺസൂൺ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും. പിന്നെ ഇവിടെ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. മഴയുടെ ലഭ്യത പല സ്ഥലത്തും വ്യത്യസ്തമാണ്. 30 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെയുണ്ട്. പിന്നെ ഇവിടെ ഇലപൊഴിയും കാടുകളാണ് വ്യാപകമായി കാണപ്പെടുന്നത്, പക്ഷേ നിത്യഹരിത വനങ്ങളും കാണപ്പെടുന്നു. പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി എന്നിവയാണ് പ്രധാന വിളകൾ. ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിലാണ് മൺസൂൺ മേഖല. അപ്പം മൺസൂൺ മേഖലയിൽ ജനസാന്ദ്രത കൂടുതലാണ്. ഇവിടുത്തെ കൃഷി എങ്ങനത്തെയാണ്? തീവ്ര ഉപജീവന കൃഷിയാണ്. അപ്പോൾ ലോക കാലാവസ്ഥാ മേഖലകളിൽ 2 കാലാവസ്ഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല, 2 മൺസൂൺ കാലാവസ്ഥാ മേഖല. അടുത്തത് സാവന്ന കാലാവസ്ഥാ മേഖല. എന്താണ് സാവന്ന കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകൾ? ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. അപ്പം എന്താണ്? 10 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് ഏത്? സാവന്ന. ഇനി ഈ സാവന്നയെ ആഫ്രിക്കയിൽ സാവന്ന എന്നാണ് പറയുന്നത്. തെക്കൻ ബ്രസീലിൽ പറയുന്നത് കാംബോസ് എന്നാണ്. വെനിസ്വലയിൽ ലെനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സാവന്ന കാലാവസ്ഥയെ ആഫ്രിക്കയിൽ സാവന്ന എന്നും ഈ പുൽമേടുകളെ ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനിസ്വലയിൽ ലെനോസ് എന്നും അറിയപ്പെടുന്നു. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്നത്. വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക മഴ ലഭിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ വാർഷിക മഴ എങ്ങനെയാണ്? അവിടെ 30 സെൻറ്റിമീറ്റർ മുതൽ 1000 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ സാവന്ന മേഖലയിൽ ലഭിക്കുന്ന വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ്. ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. ഇനി മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും കാടുകളും കാണുന്നുണ്ട്. മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിയാണ് ഈ സാവന്ന മേഖലയിൽ
ചെയ്യുന്നത് ഉപജീവന മാർഗം മൃഗപരിപാലനവും കൃഷിയും തന്നെയാണ്. ഇവിടെ ജനസാന്ദ്രത പൊതുവെ കുറവാണ്. നമ്മൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ എന്താണ് പറഞ്ഞത്? മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. പക്ഷേ സാവന്ന മേഖലയിൽ ജനസാന്ദ്രത വളരെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയരായ ഗോത്ര വിഭാഗങ്ങളാണ് മസായികൾ. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയരായ ഗോത്ര വിഭാഗങ്ങളാണ് മസായികൾ. ഇടയ ജീവിതം നയിക്കുന്നവരാണ് മസായികൾ. യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. ഉദാഹരണം സുഡാനിലെ പരുത്തി കൃഷിയും ബ്രസീലിലെ കാപ്പി കൃഷി. അപ്പോൾ നമ്മൾ ആദ്യം ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല പറഞ്ഞു, അതിനുശേഷം മൺസൂൺ കാലാവസ്ഥാ മേഖല പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞത് ഏതാണ്? സാവന്ന കാലാവസ്ഥാ മേഖല. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി ചുരുക്കി പറയാം. സാവന്ന കാലാവസ്ഥാ മേഖല എവിടെയാണ്? 10 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ, ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. ഇനി ആഫ്രിക്കയിൽ ഇത് സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനിസ്വലയിൽ ലെനോസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്നത്. ശരാശരി വാർഷിക താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വാർഷിക മഴ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ്. ഇനി ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കുറഞ്ഞ പുല്ലുവർഗ്ഗങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി മഴ കുറവായതുകൊണ്ട് തന്നെ അധികം ജലം ആവശ്യമില്ലാത്ത കൃഷി രീതികളാണ് ഇവിടെ ചെയ്യുന്നത്. ഉപജീവന മാർഗം മൃഗപരിപാലനവും കൃഷിയും തന്നെയാണ്. ജനസാന്ദ്രത വളരെ കുറവാണ്. ഇവിടുത്തെ അതായത് സാവന്നയിൽ, ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയരായ ഗോത്ര വിഭാഗമാണ് മസായികൾ. അവരെ ഇടയ ജീവിതമാണ് നയിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഏത് സാവന്ന കാലാവസ്ഥാ മേഖലയിലെ സവിശേഷതകൾ. അടുത്തത് ഉഷ്ണമരുഭൂമികൾ. അവയുടെ ഫീച്ചേഴ്സ് നോക്കാം. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങൾ ആണ് ഉഷ്ണമരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരാശരി വാർഷിക താപനില എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ താപനില 58 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. ദൈനിക താപാന്തരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉയർന്ന ദൈനിക താപാന്തരമാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത്. വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. കള്ളിമുൾച്ചെടികൾ, ചെറിയ കുറ്റിച്ചെടികൾ ഇവയ്ക്കാണ് ഇവിടെ കാണപ്പെടുന്നത്. പനകൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ സസ്യവർഗ്ഗങ്ങൾ. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഈ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്രവിഭാഗമാണ്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ കാലാവസ്ഥാ മേഖല, അതായത് സാവന്ന കാലാവസ്ഥാ മേഖലയിൽ ആഫ്രിക്കൻ സാവന്നയിലെ ഒരു ഗോത്രവിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. അതേതാണ്? മസായികളാണ്. ഇനി ഇവിടെ കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം എന്താണ്? മരുഭൂമികളോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഏത്? കാലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യം മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്നു. എക്സാമ്പിൾ ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഉഷ്ണമരുഭൂമികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ്. ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ്. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരം കാണപ്പെടുന്നു. വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. പിന്നെന്താണ്? ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകൾ കാണപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ ജനവാസം വളരെ കുറവാണ്. കലഹാരി മരുഭൂമിയിലെ ജനവിഭാഗമാണ് ബുഷ്മൻ. അവർ ഈ മേഖലയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. പിന്നെന്താണ്? സ്വർണ്ണ ഖനനവും ചെമ്പ് ഖനനവും ഈ മേഖലയിലേക്ക് ഈ മേഖലയിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാരണമാണ്. ഇനി അടുത്ത കാലാവസ്ഥാ മേഖലയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാലാവസ്ഥാ മേഖലകളാണ് പറഞ്ഞത്? ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല പറഞ്ഞു, മൺസൂൺ കാലാവസ്ഥാ മേഖല പറഞ്ഞു,
പിന്നെ ഏതാ പറഞ്ഞത്? സാവന്ന പറഞ്ഞു, ഉഷ്ണമരുഭൂമികൾ പറഞ്ഞു. അടുത്തത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അവിടെയാണ് ഈ കാലാവസ്ഥ കാണപ്പെടുന്നത്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണ് ഇതിൻ്റെ പ്രത്യേകത. വേനൽക്കാലത്ത് 20 ഡിഗ്രി ടു 25 ഡിഗ്രി വരെ താപനില കാണപ്പെടുന്നു. അതേപോലെ തന്നെ ശൈത്യകാലത്താണെന്നുണ്ടെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. ഇനി മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമേ, അപ്പോൾ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണപ്പെടുന്നു പറഞ്ഞു. പക്ഷേ അതിനു പുറമേ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സമാന കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ നിബിഡ വനങ്ങൾ കാണപ്പെടുന്നില്ല. ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. പ്രധാന കൃഷി ഏതാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പ്രധാന കൃഷി ഏതാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. ലോകത്തെ വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. സമുദ്ര സ്വാധീനം കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളൊന്ന് ചുരുക്കി പറയാം. എന്തൊക്കെയാണ്? മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് ഈ കാലാവസ്ഥാ മേഖല. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്നത്. ഇനി താപനില വേനൽക്കാലത്ത് 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയും ശൈത്യകാലത്താണെന്നുണ്ടെങ്കിൽ 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. ഇനി വാർഷിക മഴ എങ്ങനെയാണ്? 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മാത്രമേ വാർഷിക മഴ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിന് തീരങ്ങളിലാണ് ഈ കാലാവസ്ഥ മേഖല കാണപ്പെടുന്നത് പറഞ്ഞു. പക്ഷെ അതിനു പുറമെ 30 മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ 30 മുതൽ 45 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ സെയിം കാലാവസ്ഥ, അതായത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇനി മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത് പശ്ചിമവാതങ്ങളാണ്. ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത് എന്താണ്? പശ്ചിമവാതങ്ങളാണ്. മഴയുടെ അളവ് കുറവായതിനാൽ നിബിഡ വനങ്ങളൊന്നും തന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നില്ല. ഇവിടുത്തെ പ്രധാന കൃഷി പഴങ്ങളും പച്ചക്കറികളുമാണ്. ലോകത്തെ വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. ലോകത്തെ വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. സമുദ്ര സ്വാധീനം കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ മിതോഷ്ണ പുൽമേടുകൾ തുടങ്ങിയുള്ള കാലാവസ്ഥാ മേഖലകൾ നമുക്ക് ചർച്ച ചെയ്യാം.